ഹലോ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്നദാതാവല്ലേ? നമ്മുടെ മക്കൾക്ക് ഭക്ഷണം, വസ്ത്രം, പുസ്തകങ്ങൾ എല്ലാം വാങ്ങിക്കൊടുക്കും. നമ്മളില്ലാത്ത ആവുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേരളത്തിൽ എത്ര പേര് കുഴഞ്ഞ് വീണ്, ചെറുപ്പക്കാരുൾപ്പെടെ കുഴഞ്ഞു വീണ് മരിച്ചു. എൻ്റെ നാട് പെരുമ്പാവൂരാണ്. ഇവിടെ അടുത്തൊരു ചേട്ടൻ, ഇവിടെ പെരുമ്പാവൂർ ഈ പ്ലൈവുഡ് കമ്പനിയുടെ നാടാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു 3 ഏക്കർ പറമ്പും വീടും പണയം വെച്ച് പ്ലൈവുഡ് കമ്പനി തുടങ്ങി. അങ്ങനെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ റൺ ചെയ്യണു. അതിൻ്റെ EMI ഒക്കെ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ വെളുപ്പാൻ കാലത്ത് ഇദ്ദേഹത്തിന് നെഞ്ചിലുവേദന വന്നു. നെഞ്ചിലുവേദന വന്നിട്ട് ആശുപത്രിയിൽ ചെന്നു. അവിടെ ചെന്നതിനൊക്കെ മുമ്പ് ആൾ മരിച്ചുപോയി. ഈ ലോണൊക്കെയാണ് മുടങ്ങി. ഈ 3 ഏക്കർ പറമ്പും വീടും പണയം വെച്ചാണ് ചെയ്തേക്കണേ, ബിസിനസ് തുടങ്ങിയേക്കണേ. ഈ ലോൺ മുടങ്ങി. ഒരു 2-3 മാസം ലോൺ മുടങ്ങിയ ബാങ്കുകാർ വെറുതെ വിടുമോ? അവരാ വീടും പറമ്പും ലേലം ചെയ്ത് കൊണ്ടുപോയി. 2 പെൺകുട്ടികളും ഭാര്യയും അമ്മയും ഇവർ വാടകയ്ക്ക് കൊണ്ടുവന്നു. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ. കുട്ടികൾ, മൂത്ത കുട്ടി നല്ല മിടുക്കി കുട്ടികളാണ്. മൂത്ത കുട്ടി +2 പഠിക്കണു, രണ്ടാമത്തെ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കണു. അവരെ ഹയർ സ്റ്റഡി ഒക്കെ മുടങ്ങിയില്ലേ? ഒരു പോളിസിയുടെ പണിയെടുക്കുന്ന പൈസയുടെ ഒരു 10% ഇൻഷുറൻസിലേക്ക് മാറ്റിവെച്ചാൽ ആ കുടുംബം ആ കടമൊക്കെ തീർത്ത് അവർ സാമ്പത്തിക ഒരു അർശാവസ്ഥയിലേക്ക് പോകാറുന്നോ? ഒരു കുടുംബം ഇടങ്ങാറാക്കിയില്ല ഒരു ഇൻഷുറൻസിൻ്റെ കുറവ്. നമ്മളെ ചിന്തിക്കണില്ല. നമ്മുടെ തിരക്കിനിടയിൽ ഇതൊന്നും ചിന്തിക്കാൻ നേരമില്ല. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു ചേട്ടനുണ്ട്. ഞാൻ പല പ്രാവശ്യം സമീപിച്ച പോളിസിയുടെ കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ പിന്നെയായിട്ട് എന്ന് പറഞ്ഞിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരുന്നു. ഈ പറഞ്ഞ മാതിരി ഈ കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുള്ളൂ കുഴഞ്ഞു വീണ് പോയി. അങ്ങേർക്ക് 3 മക്കളാണ്, വാടകയ്ക്ക് കിടക്കണേ. നല്ല ആരോഗ്യവും വരുമാനമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു ചിന്താക്കുഴപ്പം പറ്റി. ഒരു ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോൾ ആളിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്, അത് പിന്നീടാവട്ടെ. ഒരിക്കലും അങ്ങനെ വയ്ക്കരുത്. നമ്മൾ പണിയെടുക്കുന്ന പൈസയുടെ ഒരു 10% നമ്മുടെ വീടിൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. അങ്ങോട്ട് ഈ പറഞ്ഞ കാര്യം മരിച്ചുപോയി. 3 പെൺകുട്ടികൾ, ഒരാൾ ഈ +2 പഠിക്കണു, ഒരാൾ 10ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ. വാടകയ്ക്ക് കിടക്കണം. സ്ഥലം കിടപ്പുണ്ട്, വീട് വെച്ചിട്ടില്ല, വാടകയ്ക്ക് കിടക്കണം. മരിച്ചുപോയി. ഇനി വല്ലതും നടക്കുമോ? ആ കുട്ടികളുടെ കല്യാണം, പെൺകുട്ടികളുടെ കല്യാണം, വിദ്യാഭ്യാസം എല്ലാം താറുമാറായില്ലേ? പണിയെടുക്കുന്ന പൈസ ഒരു 10% പൈസ നിർബന്ധമായിട്ടും മാറ്റി വയ്ക്കുക ഇൻഷുറൻസിന്. ഇപ്പോൾ ഈ മെഡിക്കൽ ക്ലെയിമിൻ്റെ ആവശ്യം ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കറിയാവുന്ന രാജഗിരി, എൻ്റെ വീടിൻ്റെ അടുത്ത രാജഗിരി ഹോസ്പിറ്റൽ, സ്റ്റാർ ഹോസ്പിറ്റലാണ്. ഒരു കൊച്ചിൻ്റെ അന്നനാളത്തിൽ ഒരു മീൻമുള്ള് കൊളത്തി ഹോൾ വീണു. ഈ ഭക്ഷണം ശരീരത്തിൽ കയറി ഇൻഫെക്ഷനായി. 17 ലക്ഷം രൂപ കൊണ്ടുവന്ന് ആ കൊച്ചിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. ഇൻഷുറൻസ് മെഡിക്കൽ ക്ലെയിം ഉണ്ടായില്ല. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നെന്താ? നമ്മുടെ മടി. നമുക്കറിയാൻ പാടില്ല. അതിന് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പോളിസി ഉണ്ട്, ജീവൻ ഉത്സവ്. വെറും 5 വർഷം കൊണ്ട് അടയ്ക്കാം, 16 വർഷം വരെ ഗ്യാപ്പ് ഉണ്ട് അടയ്ക്കാനായിട്ട്. ഈ പ്രീമിയം കഴിഞ്ഞ് 2 വർഷം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈഫ് ലോങ് ഇതിൻ്റെ 10% മണി ബാക്ക് ഇട്ടുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ പോളിസി. അപ്പോൾ അതിൻ്റെ പ്രീമിയം അടവ് 5 വർഷം കൊണ്ട് അടച്ചെടുക്കാം, 10 വർഷം കൊണ്ട് അടച്ചെടുക്കാം, 15 വർഷം കൊണ്ട് അടച്ചെടുക്കാം, 16 വർഷം കൊണ്ട് അടച്ചെടുക്കാം. 2 വർഷം വെയിറ്റ് ചെയ്യണം. പിന്നീട് ജീവിതകാലം മുഴുവനും 10% തുക കിട്ടും. തുക വീട്ടിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു നിൽക്കാത്ത സ്രോതസ്, ഒരു അക്ഷയഗനിയ പ്രീമിയം അടവ് കഴിഞ്ഞാൽ പൊന്മട്ട ഇടുന്ന തറവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം അടവ് കഴിഞ്ഞ് 2 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും അവന് വരുമാനം കിട്ടും. അവൻ്റെ ജീവിതത്തിൽ എന്ത് ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും അവൻ്റെ വരുമാനം ഇവിടെ കുറയില്ല. നമ്മളെ പിടിച്ചു നിർത്തും, നിലനിർത്തും, നമ്മൾ അടിയിലേക്ക് പോല. അപ്പോൾ ഒരു പോളിസി ഇങ്ങനെ ആ കാരണന്മാരെ ആലോചിച്ചായിരുന്നെങ്കിലോ, അവിടെ അതുങ്ങൾക്കൊരു സോഴ്സ് കിട്ടിയേനെ ജീവിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ ജീവൻ ഉത്സവ പോളിസി അങ്ങനെ ഒരു പോളിസിയാണ്. നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ പേര് PK പുരുഷൻ. ഞാൻ LICയിൽ 37 വർഷമായി, പെരുമ്പാവൂർ ബ്രാഞ്ചിൽ, എറണാകുളം ഡിവിഷൻ്റെ കീഴിൽ 37 വർഷമായി LIC ചെയ്യണു. 15 വർഷമായിട്ട് സ്റ്റാർ ഹെൽത്ത് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് മെഡിക്കൽ ക്ലെയിമോ ലൈഫ് ഇൻഷുറൻസോ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നോട് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പറും ഇമെയിൽ അഡ്രസ്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും ഞാൻ പ്രീമിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ഔട്ട്ലൈൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിൻ്റെ പ്രാധാന്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക.
ഇമെയിലിലും മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.